ഹലോ ഗൈസ്, നല്ല നാടൻ ചാമ്പങ്ങയാണ് കേട്ടോ ഈ കയ്യിലിട്ട് ഇങ്ങനെ വാരിക്കോരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ നാടൻ ചാമ്പങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഫുഡൊന്നും വേണ്ട, ഇത് തന്നെ കഴിക്കുന്നതാണ് എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതുപോലെ നാടൻ ചാമ്പയ്ക്കൊക്കെ ഒരുപാടുള്ളവരും ഇത് കഴിക്കാനേറെ ഇഷ്ടമുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നല്ല ഉപ്പ് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ചാമ്പങ്ങയും അതുപോലെ തന്നെ പച്ചമാങ്ങയും അതുപോലെ ചെനപ്പായിട്ടുള്ള മാങ്ങയും പൈനാപ്പിൾ, പേരയ്ക്ക ഇങ്ങനെയുള്ള നല്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുപോലെ തന്നെയാണ് അനുവേണ്ട അമ്മ രമയമ്മയ്ക്കും, അതുപോലെ തന്നെ കുഞ്ഞിയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കൊച്ചച്ഛൻ്റെ വീട്ടിൽ ചാമ്പയുണ്ട്, അവിടെ 2 ചാമ്പയുണ്ട്, അത് നിറയെ ചാമ്പങ്ങയാണ്. അവിടെ നിന്ന് അമ്മയും കൊച്ചച്ഛൻ്റെ മോനും കുഞ്ഞിയൊക്കെ പോയിട്ട് പറിച്ചു വെച്ചിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ പേരയ്ക്ക വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പേരയ്ക്കയും കഴുകി ഇതുപോലെ നന്നായിട്ട് പീസായിട്ട് നമ്മൾ പാത്രത്തിലാക്കി എടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഉപ്പും മുളകും ഇട്ട് നന്നായിട്ട് കുടഞ്ഞ് നമ്മൾ സേഫായിട്ട് അടച്ചു വെക്കുകയാണ്. പിന്നെ ഇതേ നമ്മൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഈ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ്റിളക്കം ഉണ്ടാവുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ പേടിപ്പിക്കാൻ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയാറുണ്ടോ? അപ്പോൾ എന്തായാലും ഞങ്ങളോട് പറയാറുണ്ട്, പക്ഷെ അതൊന്നും കാര്യമാക്കിയിട്ടില്ല ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും വന്നിട്ടില്ല. എന്തായാലും നമ്മുടെ പേരയ്ക്കയും ചാമ്പങ്ങയൊക്കെ ഇവിടെ സെറ്റായി. അതുപോലെ കുറച്ച് ഓറഞ്ച് ഉണ്ട്, അതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചു, കുപ്പിയിൽ വെള്ളം നിറച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ ഏത് മൂഡാണെന്ന് മനസ്സിലായില്ലേ? നമ്മളൊരു ട്രാവലിംഗ് മൂഡാണ്, നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വ്ളോഗ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ സമയക്കുറവ്, ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്ക്, ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ട് നമ്മൾ ഒരുപാട് ലേറ്റായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ഒരിടത്തേക്ക് പോവുകയാണ്, അത് പാർട്ടായിട്ട് പിന്നാലെ വരും. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.